ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെൻ ഡിസ്കസ് ചെയ്തു ഇല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ആൽക്കീന്, ആൽക്കൈന്, ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പം ആൽക്കീൻ്റെ പേര് കൊടുക്കാൻ, ആൽക്കീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ എന്തുണ്ട്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. പേര് കൊടുക്കേണ്ടത് വേർഡ് റൂട്ട് പ്ലസ് ഇ എൻ ഇ, വേർഡ് റൂട്ട് പ്ലസ് ഇ എൻ ഇ. അപ്പം പ്ലീസ്, അപ്പോൾ രണ്ട് കാർബണാറ്റുള്ള ആൽക്കീൻ്റെ പേരെന്ത് വരാം? പേരെന്ത് പറയും? എത്ത പ്ലസ് ഇ എൻ ഇ, ഇതീൻ. 5 കാർബണാറ്റുള്ളതോ പെൻഡ പ്ലസ് ഇ എൻ ഇ, പെൻഡീൻ. ഓക്കെ ആണോ? 10 ആണെങ്കിൽ ടെക്കി. റെഡി? ഇനി ആൽക്കീൻ്റെ പേര് കൊടുക്കുമ്പം 1-2 റൂൾസ് ഓർത്തിരിക്കുക. 2 റൂൾസ്. ഓക്കെ, ഇതാ ഫസ്റ്റ് റൂള് ഡബിൾ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ഡബിൾ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ റൂൾ ഇതാണ്, ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുക. അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം, പക്ഷേ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. സബ്സ്റ്റിറ്റ്യൂട്ടിനല്ല മിനിമം നമ്പർ കിട്ടേണ്ടത്. ആർക്കാണ് മിനിമം നമ്പർ കിട്ടേണ്ടത്? ഡബിൾ ബോണ്ടിനാണ് മിനിമം നമ്പർ. അപ്പോൾ 2 റൂള്. ഫസ്റ്റ് റൂൾ ഏതാണ്? ഡബിൾ ബോണ്ട് ഉള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ റൂള് ഏതാണ്? ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുക. നോക്കാം, നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇതാ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. പ്ലീസ് ഇത് തന്നെ ആയിക്കോട്ടെ, ഇതിൻ്റെ പേര് പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഡബിൾ ബോണ്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ഇതാണ് ഡബിൾ ബോണ്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ അല്ലേ? പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. എവിടെ നിന്ന് നമ്പർ ചെയ്യണം നോക്കിക്കേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലേ? 1 2 3 4 5. ഇവിടെ നമ്പർ ചെയ്യണമെങ്കിലോ 1 2 3ലാണ്. ഇവിടെ നമ്പർ 2. അപ്പം നമ്പറിങ് കഴിഞ്ഞു. ഇനി പേര് കൊടുക്കണം. ആദ്യം സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് പേര് കൊടുക്കേണ്ടത്. ആദ്യം സബ്സ്റ്റിറ്റ്യൂൻ്റ്. ഇത് ഏതാ സബ്സ്റ്റിറ്റ്യൂൻ്റ്? മീഥൈൽ ഗ്രൂപ്പ്. അപ്പം പേര് കൊടുത്തേ 4 മീഥൈൽ ഇട്ടു. ഓക്കെ, ഇനി വേർഡ് റൂട്ട് എന്താണ്? 5 കാർബണുടെ വേർഡ് റൂട്ട് എന്താണ്? പെൻഡ്. അത് നിങ്ങൾ നോക്കണം. ഒരിക്കൽ ഡബിൾ ബോണ്ട് ഫസ്റ്റ് പൊസിഷൻ അല്ല. ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യണം, കൃത്യമായിട്ട് പറയണം. ഓക്കെ, അപ്പം പെൻഡ് -2 എന്താ ഡബിൾ ബോണ്ട് വന്നാൽ കൊടുക്കേണ്ടത്? ഇ എൻ ഇ. ഓക്കെ ആണോ? ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ. ഓക്കെ, ഒന്നുകൂടെ. യെസ്, ഇതാ ആദ്യം എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ഡബിൾ ബോണ്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ നോക്കണം, ലോങ്സ്റ്റ് ചെയിൻ നോക്കണം. ഏതാ ലോങ്സ്റ്റ് ചെയിൻ അറിയാമോ? ഇതാണോ ലോങ്സ്റ്റ് ചെയിൻ? അല്ല, ഇവിടെ C2H5 ഉണ്ട്, 2 കാർബണാറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഓക്കെ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്യണ്ടേ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്. 1 2 3 4 5. C2H5 വേണമെങ്കിൽ നമുക്ക് ഇന്ന് എഴുതാം. CH2 CH3 എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ CH2 CH3 എന്ന് എഴുതി. അപ്പോൾ 1 2 3 4 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ 1 2 3 4 ഉള്ളൂ. അപ്പോൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടു. ഇനി നമ്പർ ചെയ്യണം. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണം. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടണമെങ്കിൽ എവിടെ നിന്ന് നമ്പർ ചെയ്യണം? റൈറ്റിൽ നിന്ന്. 1 2 3 4 5. ഇനി സബ്സ്റ്റിറ്റ്യൂന്റ് കൊടുക്കണം. ഓക്കെ, ആദ്യം ഏതാ സബ്സ്റ്റിറ്റ്യൂന്റ് നോക്കിക്കണം? 3 ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 3 മീഥൈൽ. 5 കാർബണുണ്ട്. 5 കാർബണുണ്ട് കൊടുക്കണ്ടേ? പെൻഡ് ഫസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, പെൻഡ് -1 എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാൽ മതി പെൻഡീൻ. ഫസ്റ്റ് പൊസിഷൻ പൊസിഷൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പെൻഡീൻ. ഓക്കെ, റെഡിയാണോ? ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കയറാം. ഇതാ നോക്കിക്കോ. ഓക്കെ, ഇതിൻ്റെ പേര് പറയണം. ഓക്കെ, നോക്കിക്കേ. യെസ്, അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ പറയാൻ നോക്കാം. ആദ്യം നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ നോക്കി. ഇത് തന്നെയാണ് ലോങ്സ്റ്റ് ചെയിൻ. ഈ നമ്പർ ചെയ്യണമെന്ന് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം.
ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ? റൈറ്റിൽ നിന്ന്. എന്തുകൊണ്ടാണ്? ഡബിൾ ബോണ്ട് മിനിമം നമ്പർ. 1 2 3 4 5. യെസ് യെസ് യെസ്. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കണം. ഇതിൻ്റെ പേരൊന്ന് കേൾക്കട്ടെ. ഇതിൻ്റെ പേര് കേൾക്കട്ടെ. 2ലും 4ലും എന്താ ഉള്ളത്? മീഥൈൽ. അപ്പം 2,4 ഡൈമീഥൈൽ 5 കാർബണുണ്ട്. പെൻറ്റ് ഏത് പൊസിഷൻ? സെക്കൻഡ്. അപ്പം പെൻറ്റ് 2E. ഓക്കെ, റെഡി. ഓക്കെ, ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ്, എന്നിട്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ചെയ്യാൻ തരാം ഇപ്പം. ഓക്കെ, ചെയ്തോണേ. ഇതിൻ്റെ പേര് കേൾക്കണം. ഓക്കെ, ഇതിൻ്റെ പേരൂടെ ഒന്ന് പറയട്ടെ. ലോങ് സ്റ്റേൻ സെലക്ട് ചെയ്തു. ലോങ് സ്റ്റേൻ കുഴപ്പമൊന്നുമില്ല. ഡബിൾ ബോണ്ട് എവിടെ നിന്ന് നമ്പർ ചെയ്താലും സെയിം ആണ്. 1 2 3 4. ഇവിടെ നമ്പർ ചെയ്താലും സെയിം പൊസിഷൻ തന്നെയാണ്. അപ്പോൾ എവിടെ നമ്പർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം പേര് കേൾക്കട്ടെ. എത്ര കാർബണായിട്ടുണ്ട്? 4 കാർബൺ. അപ്പം ബ്യൂട്ട് കൊടുത്തു, ഹൈഫൺ കൊടുത്തു. 1 ഏതെങ്കിലും പൊസിഷനിലെ ഡബിൾ ബോണ്ടിലെ? 1ലും 3ലും. 1,3. 2 ഡബിൾ ബോണ്ട് ഉണ്ടായതുകൊണ്ട് എന്തുകൊണ്ട് 2 വന്നാൽ എന്ത് കൊടുക്കണം? ഡൈ കൊടുക്കണം. അപ്പോൾ ഡൈ എന്ത് കൊടുക്കണം? ENE. ഓക്കെ ആണോ? നോക്കിക്കേ, ആദ്യം നമ്പർ ചെയ്തു, പിന്നെ 4 കാർബണോട് വേർഡോട് ബ്യൂട്ട് കൊടുത്തു. ഇനി ഏതെങ്കിലും പൊസിഷൻ ഡബിൾ ബോണ്ട് കാണിക്കുന്നു? 1ലും ഉണ്ട്, 3ലും. 2 വന്നുണ്ട് ഡൈ E. ഓക്കെ, റെഡി? ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് വന്നിട്ട് ഒരു 10 പേര് മിനിമം വായിച്ചിട്ടുണ്ടാവും. ബാക്കി ആരും വായിച്ചിട്ടില്ല. ഓക്കെ, യെസ്. ഈ ഹോംവർക്ക് ചെയ്തോ എല്ലാവരും? യെസ്, ആയിക്കോട്ടെ. ജസ്റ്റ് ഒരു മിനിറ്റ്, വേഗം എഴുതിയെടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എഴുതിയില്ലേ? ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട് എനിക്ക് അയച്ചു തരണേ. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഞാൻ പേര് പറഞ്ഞ് നിങ്ങൾ സ്ട്രക്ചർ ചെയ്താൽ വേണ്ടി റെഡിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 3,4 ഡൈമീഥൈൽ ബ്യൂട്ട് 2E ആയിക്കോട്ടെ. ബ്യൂട്ട് 2E. 3,4 ഡൈമീഥൈൽ ബ്യൂട്ട് 2E. ബോണ്ട് ലൈൻ എഴുതണം, കണ്ടൻസ്ഡ് എഴുതണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ബോണ്ട് ലൈൻ കണ്ടൻസ്ഡ് ആയിക്കോട്ടെ. 4 കാർബണേറ്റ് എഴുതി. 1 3,4 3,4 വേണ്ട, 1 2 ഡൈ. ഓക്കെ, പറയവേ. 2,3 ഡൈമീഥൈൽ ആയിക്കോട്ടെ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടി 2E ആയിക്കോട്ടെ. 2,3 ഡൈമീഥൈൽ. ഓക്കെ, അപ്പം 2,3 ഡൈമീഥൈൽ ബ്യൂട്ടി 2ൻ്റെ ബോണ്ട് ലൈന് കണ്ടൻസ് എഴുതണം. അപ്പം ശ്രദ്ധിക്കുക, 4 കാർബണേറ്റ് എഴുതി. 1 2 3 4. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 2,3 ആണ് ഞാൻ പറഞ്ഞ മാറ്റമുണ്ട്. 2,3 ഡൈമീഥൈൽ. ഓക്കെ, ബ്യൂട്ടി 2E. അപ്പം ബ്യൂട്ടി 2E നിങ്ങൾ എന്ത് ഇടണം? 2E. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു. പിന്നെ 2ലും 3ലും എന്താണ്? മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഒരു CH3 ഇട്ടു. 1 2 3 4 അല്ലേ? ഇതും CH3. ഓക്കെ, 2ലും 3ലും എന്തിട്ടു? മീഥൈൽ ഗ്രൂപ്പ് ഇട്ടു. ഇനി ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാലോ. ഇതാ CH3. ഇവിടെ ബാലൻസ് വേണം, നോക്കിക്കുക. ഹൈഡ്രജൻ വേണം. 1 2 3 4 ആയി. ഇവിടെയും വേണ്ട. 1 2 3 4 ആയി. ഇവിടെ CH3. റെഡി. ഇനി കണ്ടൻസ്, ഇനി ബോണ്ട് ലൈൻ വരയ്ക്കണം. അപ്പോൾ എത്ര കാർബണേറ്റാണ്? 4 കാർബണേറ്റ്. 1 2 3 ആയി, 4 ആയി. ഓക്കെ, ബ്യൂട്ടി 2E. ഇതാ ബ്യൂട്ടി 2E. രണ്ടാമത് വെച്ച് ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി 2ലും 3ലും ഡൈമീഥൈൽ. ഇത് 2 ഇത് 3. അപ്പോൾ ഇവിടെ ഒരു വര. ഇത് മീഥൈൽ, ഇവിടെ ഒരു വര. ഓക്കെ, കോൺഫിഡൻറ്റ്. ഓക്കെ, ഇനി ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. അപ്പം അത് കഴിഞ്ഞു. ആൽക്കീൻ എന്ന സെക്ഷൻ കഴിഞ്ഞു. ആൽക്കീൻ്റെ കേസ് മനസ്സിലായല്ലോ. ഓക്കെ, നമ്മൾ ലൈവ് ക്ലാസ്സിൽ വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. അപ്പം ചെയ്യണം. ഓക്കെ, ഇപ്പം ഇത്ര മതി. ഇനി നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ. ആൽക്കൈൻ്റെ പേര് എങ്ങനെ ചെയ്യാം? ഓക്കെ, വലിയ മാറ്റമൊന്നുമില്ല. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഓടി കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട്. പേര് കൊടുക്കേണ്ടത് വേർഡ് റൂട്ട് പ്ലസ് YNE. നേരത്തെ ചെയ്ത പോലെ തന്നെ വേർഡ് റൂട്ട് പ്ലസ് YNE. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട പേര് വേർഡ് റൂട്ട് പ്ലസ് YNE. നേരത്തെ അതേ റൂള് നമ്മൾ ആൽക്കീൻ്റെ ഏതാണോ റൂൾ ഫോളോ ചെയ്ത് അതേ റൂള്. ഏതാണ് റൂള്? ഫസ്റ്റ് റൂൾ ഏതാണ്? ട്രിപ്പിൾ ബോണ്ടുള്ള ലോങ് ചെയിൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ റൂൾ എന്താണ്?
ട്രിപ്പിൾ ബോണ്ടിന് മിനിമം നമ്പർ കിട്ടുക. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, റെഡി? ഓക്കെ ആണ്? നോക്കാം. യെസ്, ഇതാ ശ്രദ്ധിച്ചു. ഇതിൻ്റെ പേര് കേൾക്കണം. ഞാൻ ബോണ്ട് ലൈൻ എഴുതിയേക്കണം. പേര് തന്നെ അറിയാലോ. അപ്പോൾ നോക്കിക്കേ, എത്ര കാർമാർ നോക്കിക്കേ. 1. എവിടെ നിന്ന് നമ്പർ ചെയ്യണ്ടേ? ട്രിപ്പിൾ ബോണ്ടിന് മിനിമം നമ്പർ. അപ്പോൾ എവിടെ നിന്ന് നമ്പർ ചെയ്യണം? റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യാം. 1 2 3 4. 3ൽ എന്താ ഉള്ളത് നോക്കിക്കേ. 3ൽ ഒരു വര വരച്ച കണ്ടില്ലേ? ഒരു വര വരച്ചേക്കുന്നത് കണ്ടില്ലേ? ഇതെന്താണ്? ഒരു വര വരച്ചാൽ എന്താണ്? മീഥേൽ. അപ്പോൾ എന്തായിരിക്കും പേര് വരുന്നത്? 3. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. 3 മീഥൈൽ. 4 കാർമാറ്റമുള്ള ആൽക്കൈൻ്റെ പേര് എന്ത് വരും? ബ്യൂട്ടൈൻ. അത് വേണം ബ്യൂട്ട് -1 എന്ന് കൊടുക്കാം, അല്ലെ ബ്യൂട്ടൈൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണ്ട, ബ്യൂട്ടൈൻ. റെഡി ആയോ? ഒരു എക്സാമ്പിൾ ഞാൻ തരാം. 3 നോക്കി മനസ്സിലായല്ലോ. 3 മീഥൈൽ ബ്യൂട്ടൈൻ, അല്ലെങ്കിൽ ബ്യൂട്ട് 1 ഓക്കെ, ഒന്നുകൂടെ ഒരു എക്സാമ്പിളൂടെ. യെസ്, പേര് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണും. ആദ്യം എന്താ ചെയ്യേണ്ടത്? ട്രിപ്പിൾ ബോണ്ടുള്ള ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. ഇതാ ലോങ്സ്റ്റ് ചെയിൻ 1 2 3 4 5 6. ഇത് എണ്ണീക്കരുതേ, തെറ്റാണ്. ഒറ്റ കാർമാറ്റേ ഉള്ളൂ. മനസ്സിലായല്ലോ? റെഡി? 1 2 3 4 5 6 കാർമാറ്റം. ഓക്കെ, ഈ പേര് കൊടുക്കണം. പേരെങ്ങനെ കൊടുക്കണം നോക്കിക്കോ. പേരെങ്ങനെ കൊടുക്കണ്ടേ? ഓക്കെ, ആദ്യം നമ്പർ ചെയ്തു. എവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്? ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ? ലെഫ്റ്റിൽ നിന്ന്. എന്തുകൊണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് മിനിമം നമ്പർ ഇടണം. അപ്പം 1 2 3 4 5 6. പേര് കേൾക്കട്ടെ. സബ്സ്റ്റിറ്റ്യൂന്റ് ആദ്യം പറയണം. 4ൽ എന്താ ഉള്ളത്? ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പം 4 മീഥൈൽ. ഓക്കെ, 4 മീഥൈൽ. കേൾക്കട്ടെ. 4 മീഥൈൽ എത്ര കാർമാറ്റമുണ്ട്? 6 കാർമാറ്റം. അപ്പം പെൻറ്റ്, സോറി 6 ഹെക്സ്. ഏത് പൊസിഷനിലെ ട്രിപ്പിൾ ബോണ്ട്? സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ ഹെക്സ് 2YN. ഓക്കെ ആണോ? ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഒരു ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ, ഹോംവർക്ക് ചെയ്തോ. ഇതാ ക്വസ്റ്റ്യൻ എഴുതണേ. ബോണ്ട് ലൈൻ ഞാൻ തരുന്നുള്ളൂ, വേറെ ഒന്നും തരുന്നില്ല. യെസ്, ഇതിൻ്റെ പേര് എഴുതണം മക്കള്. ഓക്കെ, റെഡി? വേഗം എഴുതിക്കോ. വേഗം എഴുത്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഞാൻ ഇങ്ക് നിറയ്ക്കട്ടെ, വേഗം ആയിക്കോട്ടെ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഇനിയാണ് നമ്മൾ നേരെ. അപ്പം നമ്മൾ ഏതെല്ലാം പേര് കഴിഞ്ഞു? ആൽക്കൈൻ കഴിഞ്ഞു, ആൽക്കീൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെയാണ് കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, 1 by 1 ആയിട്ട് പഠിക്കണേ. അല്ല, ഇതിൻ്റെ അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ, മറ്റൊരു കാര്യമാണ്. ബോണ്ട് ലൈനോട് പറയട്ടെ. ആൽക്കൈൻ്റെ ബോണ്ട് ലൈൻ എങ്ങനെ നമുക്ക് പേര് തന്നാൽ നിങ്ങൾ എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. ബോണ്ട് ലൈനും കണ്ടൻസറും. ഓക്കെ, ഒരു എക്സാമ്പിൾ 2 മീഥൈൽ പെൻറ്റൈൻ ആയിക്കോട്ടെ. 2 മീഥൈൽ പെൻറ്റൈൻ. 2 മീഥൈൽ പറ്റിയല്ല, 3 മീഥൈലേ പറ്റുമോ? ഓക്കെ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവും. 3 മീഥൈൽ പെൻറ്റൈൻ എഴുതണം. ഓക്കെ, ആയിക്കോട്ടെ. എത്ര കാർമാറ്റം? 5 കാർമാറ്റം. 1 2 3 4 5. പെൻറ്റൈൻ ഫസ്റ്റ് പൊസിഷൻ ഇതും ആകാം, കുഴപ്പമില്ല, ഏതിട്ടാലും കുഴപ്പമില്ല. 3ൽ എന്തിട്ടു? മീഥൈൽ CH3. വാലൻസി കംപ്ലീറ്റ് ചെയ്തു. CH3 CH2 CH. ഇവിടെ വേണോ? വേണ്ട. ഇവിടെ വേണം.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ 2 മീഥൈൽ പറ്റുമോ നോക്കിക്കേ. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ പറ്റുമോ നോക്കിയേ. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഇടാൻ പറ്റും. വാലൻസ് ശരിയാവില്ല, 5 ആവും. കാർബൺ ആറ്റത്തിൻ്റെ വാലൻസ് എത്രയാണ്? 4. കാര്യം പിടികിട്ടില്ലോ? മനസ്സിലായോ? എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് മനസ്സിലായാലും മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ബോണ്ട് ലൈൻ ആയിക്കോട്ടെ. 1 2 3 4 5 1 2 3 4 5 പെൻറ്റൈനിൽ ട്രിപ്പിൾ ബോണ്ട് ഇട്ടു, 3ൽ മീഥൈൽ ഇട്ടു. ഓക്കെ, ഇതാണ് 3ൽ മീഥൈൽ ഇട്ടു. ഓക്കെയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് നോമൻക്ലേച്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നോമൻക്ലേച്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിൻ്റെ നോട്ട് ഞാൻ തരും. ഓക്കെ നോട്ട് എന്താണെന്നറിയോ? ഒരു എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് എങ്ങനെ എഴുതുന്നത് ഞാനൊന്ന് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു തരാം ഇത് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണേ. റെഡി? ഇനി ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് എങ്ങനെയാണെന്ന് നോക്കാം. ഫങ്ഷണൽ ഗ്രൂപ്പ് 1 by 1 ആയിട്ട്. ഫസ്റ്റ് വൺ കാർബോക്സിലിക് ആസിഡ്. പറ്റുന്നവർ വേണമെങ്കിൽ എഴുതിപ്പൊക്കോ, കുഴപ്പമൊന്നുമില്ല. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. കൃത്യമായിട്ട് എഴുതുന്നത് C ഡബിൾ ബോണ്ട് OH. COH C ഡബിൾ ബോണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഇത് നമുക്ക് കണ്ടൻസിന് ബോണ്ട് ലൈൻ എഴുതുമ്പോൾ ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? COH. കൃത്യമായിട്ട് തന്നെ C ഡബിൾ ബോണ്ട് OH. പേര് കൊടുക്കേണ്ടത് ആൽക്കേൻ്റെ E മാറ്റിയിട്ട് ഓയിക് ആസിഡ്. ഓക്കെ, അപ്പം പേര് വരുന്നത് ആൽക്കനോയിക് ആസിഡ്. പേര് വരുന്നത് ഏതാണ്? ആൽക്കനോയിക് ആസിഡ്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. ആൽക്കേൻ്റെ E മാറ്റിയിട്ട് ഓയിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇതാ ശ്രദ്ധിച്ചോ. CH3COH. നിങ്ങൾ പേര് പറഞ്ഞേ. നിങ്ങൾ ചാടി കയറി പറയും. എന്ത് പറയുമെന്ന് എനിക്കറിയാം. പറയും മെഥനോയിക് ആസിഡ്, ഒരു കാർമാറ്റം. പക്ഷെ തെറ്റാണ്. ഇവിടെ എത്ര കാർമാറ്റം ഉണ്ടെന്ന് നോക്കിക്കേ. 2. ഇതൊരു കാർമാറ്റം, ഇതും കാർമാറ്റം. 2 കാർമാറ്റം ഉണ്ട്. അപ്പോൾ എന്താ വരുന്നത്? 2 കാർമാറ്റമുള്ള ആൽക്കേൻ്റെ പേര് വരുന്നത് ഈതേൻ്റെ E മാറ്റിയിട്ട് ഓയിക് ആസിഡ്. അപ്പം പേരെന്താ വരും? എഥനോയിക് ആസിഡ്. കോൺഫിഡൻ്റ് ആണോ നോക്കിക്കേ. ഒന്നുകൂടെ എക്സാമ്പിൾ തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ. ഒന്നുകൂടെ ഇതാ ബോണ്ട് ലൈൻ ആയിരുന്നു വരുന്നത്. നോക്കിക്കേ, ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് മനസ്സിലായെന്ന് നോക്കിക്കേ. ഡബിൾ ബോണ്ട് OH. ഇത് C ആണ്. C മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. C ഡബിൾ ബോണ്ട് ഏതാണ്? കാർബോക്സിലിക് ആസിഡ്. എത്ര കാർബണാറ്റമുണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 4 കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് കേൾക്കട്ടെ. ബ്യൂട്ടനോയിക്. 4 കാർബണാറ്റം. ബ്യൂട്ടേൻ്റെ E മാറ്റി. അപ്പം ബ്യൂട്ടനോയിക് ആസിഡ്. മനസ്സിലായോ? ഓക്കെ, ബ്യൂട്ടനോയിക് ആസിഡ്. ഒന്നുകൂടെ. അപ്പോൾ സപ്പോസ് വി വാണ്ട് റൈറ്റ് പെൻറ്റനോയിക് ആസിഡ് എഴുതുന്നു വിചാരിക്കുക. ആദ്യം നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എഴുതി COOH. ബാക്കി എത്ര കാർമാറ്റം? പെൻറ്റനോയിക് ഒരു കാർമാറ്റം ഓൾറെഡി ആയി. ബാക്കി 4 കാർമാറ്റം എഴുതി. 1 2 3 4. വാലൻസ് കംപ്ലീറ്റ് ചെയ്തു. CH3 CH2 റെഡിയാണോ? ഓക്കെ, റെഡി? കോൺഫിഡൻറ്റ്? അപ്പോൾ സപ്പോസ് വി വാണ്ട് റൈറ്റ് പെൻറ്റനോയിക് വേണ്ട, ഹെക്സനോയിക് ആസിഡിൻ്റെ ബോണ്ട് ലൈൻ എഴുതിയാൽ മതി വിചാരിക്കുക. ഹെക്സനോയിക് ആസിഡിൻ്റെ ബോണ്ട് ലൈൻ എഴുതണം. ഓക്കെ, അപ്പോൾ 1 2 എത്ര കാർബൺ? 6 ആണ്. 1 2 3 4 5 6 ആയി. 1 2 3 4 5 6. ഇവിടെ എന്ത് എഴുതണം? ഡബിൾ ബോണ്ടോ OH എന്ന് എഴുതിക്കോണം. ഓക്കെ, കോൺഫിഡൻറ്റ്? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞു. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COH. കൃത്യമായിട്ട് തന്നെ C ഡബിൾ ബോണ്ട് OH. പേര് കൊടുക്കേണ്ടത് ആൽക്കേൻ്റെ E മാറ്റിയിട്ട് ഓയിക് ആസിഡ്. അപ്പം ആൽക്കനോയിക് ആസിഡ്. അടുത്തത് ആസിഡ് ക്ലോറൈഡ്. ഫങ്ഷണൽ ഗ്രൂപ്പ് COCl. കറക്റ്റായിട്ട് ഇതാണ് C ഡബിൾ ബോണ്ട് OCl. ഓക്കെ, C ഡബിൾ ബോണ്ട് OCl. പേര് കൊടുക്കേണ്ടത് ആൽക്കേൻ്റെ E മാറ്റിയിട്ട് ഓയിൽ ക്ലോറൈഡ്. അപ്പോൾ പേര് വരുന്നത് ആൽക്കേൻ്റെ E മാറ്റിയിട്ട് ഓയിൽ ക്ലോറൈഡ്. പേര് വരുന്നത് ആൽക്കനോയിൽ ക്ലോറൈഡ്. ഏതാണ്? ആൽക്കനോയിൽ ക്ലോറൈഡ്. ഫോർ എക്സാമ്പിൾ ഇതാ CH3COCl. പേര് കേൾക്കട്ടെ മക്കളെ, 2 കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡ്.
രണ്ട് കാർബണാറ്റമുള്ള ആസിഡ് ക്ലോറൈഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ പേര് വരുന്നത്? രണ്ട് കാർബണാറ്റമുള്ള ആൽക്കൈൻ്റെ പേര് എന്ന് പറയുന്നത് ഈഥേൻ. ഈഥേൻ്റെ ഈ മാറ്റിയിട്ട് ഓയിൽ ക്ലോറൈഡ്. അപ്പോൾ എന്താ പേര് വരുന്നത്? എഥനോയിൽ ക്ലോറൈഡ്. എഥനോയിൽ ക്ലോറൈഡ്. എഥനോയിൽ ക്ലോറൈഡ്. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, ഇതിൻ്റെ പേര് കേൾക്കട്ടെ മക്കളെ, ഇതിൻ്റെ പേര് കേൾക്കട്ടെ. എത്ര കാർബണാറ്റുണ്ട്? 3 കാർബണാറ്റ്. ഏതാ ഫങ്ഷൻ ഗ്രൂപ്പ്? COCl, ആസിഡ് ക്ലോറൈഡ്. പേര് കൊടുക്കുന്നത് ആൽക്കൻ്റെ ഈ മാറ്റിയിട്ട് ഓയിൽ ക്ലോറൈഡ്. ഇപ്പോൾ പ്രൊപ്പൻ്റെ ഈ മാറ്റി പ്രൊപ്പനോയിൽ ക്ലോറൈഡ്. ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടെ. സപ്പോസ് വി വാണ്ട് ടു റൈറ്റ് ബ്യൂട്ടനോയിൽ ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക. ബ്യൂട്ടനോയിൽ ക്ലോറൈഡ് എഴുതുന്നത് വിചാരിക്കുക. ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്. അപ്പോൾ എത്ര ബ്യൂട്ടനോയിൽ ക്ലോറൈഡ്? അപ്പം തന്നെ നിങ്ങൾ ആലോചിക്കണം, 4 കാർബണാറ്റം ഉണ്ട്. 4 കാർബണാറ്റം. ആദ്യം ഫങ്ഷൻ ഗ്രൂപ്പ് എഴുതി, COCl എന്ന് എഴുതി. ബാക്കി എത്ര കാർബണാറ്റം? ബ്യൂട്ടനോയിൽ 3. ഓക്കെ, ഇതാ 3. 1 2 3. ബാലൻസ് കംപ്ലീറ്റ് ചെയ്യണം. CH3 CH2 CH2. ഓക്കെയാണ്? ഓക്കെ അല്ലേ? ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ വി ഹാവ് ടു സ്റ്റഡി ആസിഡ് അമൈഡ്. ആസിഡ് അമൈഡ് ഫങ്ഷൻ ഗ്രൂപ്പാണ് CONH2. CONH2. പേര് കൊടുക്കേണ്ടത് ഒന്നുകൂടെ പറയാം, കൃത്യമായിട്ട് ഇതാണ് C ഡബിൾ ബോണ്ടോ NH2. C ഡബിൾ ബോണ്ടോ NH2. പേര് കൊടുക്കേണ്ടത് ആൽക്കേൻ്റെ ഈ മാറ്റിയിട്ട് അമൈഡ്. ആൽക്കേൻ്റെ ഈ മാറ്റിയിട്ട് അമൈഡ്. അപ്പം പേര് വരുന്നത് ആൽക്കനമൈഡ്. ഏതാണ്? ആൽക്കനമൈഡ്. ഓക്കെ, ആൽക്കനമൈഡ്. ഓക്കെ, ഇതാ ശ്രദ്ധിച്ചോ, CH3 CONH2. പേര് വരുന്നത് കേൾക്കട്ടെ മക്കളെ. പേര് വരും. 2 കാർബണാറ്റം ഉണ്ട്. 2 കാർബണാറ്റമുള്ള ആസിഡ് അമൈഡിൻ്റെ പേര് വരും മക്കളെ. എന്താ വരുന്നത്? ഇപ്പോൾ കേൾക്കട്ടെ, പറഞ്ഞു. ഈഥേൻ്റെ ഈ മാറ്റിയിട്ട് അമൈഡ് കൊടുത്തു, എഥനമൈഡ്. ഏതാണ്? എഥനമൈഡ്. ഓക്കെ, ഒന്നുകൂടെ. സപ്പോസ് വി വാണ്ട് ടു റൈറ്റ് ബ്യൂട്ടൻ അമൈഡ് എഴുതുന്നു വിചാരിക്കാം. ബ്യൂട്ടൻ അമൈഡ് എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റം? 4 അല്ലേ? അപ്പോൾ ആദ്യം ഫങ്ഷൻ ഗ്രൂപ്പ് എഴുതി, CONH2 എഴുതി. ബാക്കി എത്ര കാർബണാറ്റം? 3. 1 2 3. ബാലൻസ് കംപ്ലീറ്റ് ചെയ്തു. CH3 CH2. ഓക്കെയാണ്? ഓക്കെ, ഇനി അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? COH. പേര് കൊടുക്കുന്ന ആൽക്കേൻ്റെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ്. COH എഴുതുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം. C ഡബിൾ ബോണ്ടോ OH. ഇനി ആസിഡ് ക്ലോറൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് COCl. പേര് കൊടുക്കുന്നത് ആൽക്കേൻ്റെ ഈ മാറ്റിയിട്ട് ഓയിൽ ക്ലോറൈഡ്. അപ്പം പേര് വരുന്നത് ആൽക്കനോയിൽ ക്ലോറൈഡ്. പിന്നെ ആസിഡ് അമൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് CONH2. പേര് കൊടുക്കുന്നത് അമൈഡ്. അപ്പോൾ പേര് വരുന്നത് ആൽക്കനമൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സയനൈഡ്. സയനൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നത് CN. കൃത്യമായിട്ട് വരുവാണെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N. സയനൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് CN. പേര് വരുന്നത് കൃത്യമായിട്ട് C ട്രിപ്പിൾ ബോണ്ട്. പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൽക്കേൻ്റെ ഈ ഒന്നും മാറ്റണ്ട, കൂടെ അങ്ങോട്ട് എഴുതിയാൽ മതി. കൂടെ എന്ത് എഴുതുന്നത് അറിയോ? നൈട്രൈൽ. NITRILE. അപ്പം വരുന്നത് ആൽക്കെയിൻ നൈട്രൈൽ. ഏതാ വരുന്നത്? ആൽക്കെയിൻ നൈട്രൈൽ. ഓക്കെ, ഇതാ എക്സാമ്പിള് CH3 CN. വരണം, പഠിക്കണം. ഓക്കെ, എന്താ പേര് വരുന്നത് നോക്കണം. എത്ര കാർബണാറ്റം ഉണ്ട് നിങ്ങൾ ആദ്യം എണ്ണി നോക്കണം. 1 2. അപ്പോൾ 2 കാർബണാറ്റം ഉണ്ട്. ആൽക്കൻ്റെ പേര് വരുന്നത് ഈഥേൻ പ്ലസ് ഈ ഒന്നും മാറ്റില്ലേ. അപ്പം പേര് വരുന്നത് ഈഥേൻ പ്ലസ് നൈട്രൈൽ. ഈഥേൻ നൈട്രൈൽ. കോൺഫിഡൻ്റ് ആണോ? ഒന്നുകൂടെ ഒരു എക്സാമ്പിളോടെ. ഇതിൻ്റെ പേരൊന്ന് വായിക്കാൻ പറ്റുമോ നോക്കിക്കേ. വേഗം ആയിക്കോട്ടെ. യെസ്, എത്ര കാർബണാറ്റം ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ എണ്ണി നോക്കണം. ഓക്കെ, ചില മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഏതാ മിസ്റ്റേക്ക്? നിങ്ങൾ ഇവിടുന്ന് തൊട്ട് എണ്ണം. ഇത് കാർബണാറ്റം ആണോ? അല്ല, ഇവിടെ തൊട്ടേ കാർബണാറ്റം ഉള്ളൂ. അപ്പം 1 2 3 3 കാർബണാറ്റം. അപ്പം എന്താ പേര് വരുന്നത് മക്കളെ? എന്താ പേര് വരുന്നത്? പ്രൊപ്പേൻ നൈട്രൈൽ. ഓക്കെയാണ്?
ഇതൊന്ന് നോട്ട് ചെയ്യണേ, ഞാൻ നോട്ടിൽ തരാം, നിങ്ങൾക്ക് അവസാനം തരാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഒരു 5-6 ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് നമുക്ക് പഠിക്കാം. അരമണിക്കൂറാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, കൂളായിട്ട് പഠിക്കണ്ട. ഓക്കെ, അപ്പം ഇത് കഴിയും, ഞാൻ നോട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നമ്മൾ 4 പഠിച്ചേ. ഏതാ പഠിച്ചത് കേൾക്കട്ടെ? കാർബോസിലിക് ആസിഡ് ഫങ്ഷൻ ഗ്രൂപ്പ് കേൾക്കട്ടെ. പറഞ്ഞോ, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞോ, നിങ്ങൾ വാദത്തോട് ഉത്തരം പറഞ്ഞോ. COH അല്ലേ, പേര് കൊടുക്കുന്നത് ആൽക്കൻ്റെ ഈ മാറ്റിയിട്ട് ഓയിക് ആസിഡ്, അപ്പം പേര് ആൽക്കനോയിക് ആസിഡ്. പിന്നെ നമ്മൾ പഠിച്ചത് ആസിഡ് ക്ലോറൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? COCl. പേര് കൊടുക്കേണ്ടത് ഓയിൽ ക്ലോറൈഡ്, അപ്പം പേര് വരുന്ന ആൽക്കനോയിൽ ക്ലോറൈഡ്. മൂന്നാമത് ആസിഡ് അമൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് CONH2, പേര് കൊടുക്കേണ്ടത് അമൈഡ്, അപ്പം ആൽക്കൻ അമൈഡ്. പിന്നെ സൈനൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? CN. കൃത്യമായിട്ട് എഴുതുവാണ് C∼N ആണല്ലോ. ഇനി C∼N എഴുതി. പിന്നെ പേര് കൊടുക്കേണ്ടത് ആൽക്കൻ്റെ E ഒന്ന് മാറ്റിയിട്ട് ആൽക്കൈൻ നൈട്രൈൽ. അടുത്ത ഫങ്ഷൻ ഗ്രൂപ്പ് ആൽഡിഹൈഡ്. ഓക്കെ, ആൽഡിഹൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് CHO എഴുതുമ്പോൾ C∼OH CHO. ശ്രദ്ധിക്കണേ, ഇത് ചോദിക്കാറുള്ളതാണ്. ഞാൻ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. കാർബോസിലിക് ആസിഡ് ചോദിക്കാറുണ്ട്, നൈട്രൈൽ ചോദിക്കാറുണ്ട്, ബോണ്ട് ലൈൻ. ഓക്കെ, ഇതാ പേര് കൊടുക്കേണ്ടത് ആൽക്കൻ്റെ E മാറ്റിയിട്ട് ആൽ. അപ്പം പേര് വരുന്നത് ആൽക്കനാൽ. പേര് വരുന്നതാണ് ആൽക്കനാൽ. ആൽക്കൻ്റെ E മാറ്റിയിട്ട് ആൾ. ഇതാ കേൾക്കട്ടെ, പേര് കേൾക്കട്ടെ. എത്ര കാർമാറ്റം? 2 കാർമാറ്റം. 2 കാർമാറ്റമുള്ള ആൽഡിഹൈഡിന്റെ പേര് വരും. 2 കാർമാറ്റമുള്ള ആൽക്കൻ്റെ പേര് ഈതേൻ പ്ലസ് AL. ഈതേൻ്റെ E മാറ്റിയിട്ട് പ്ലസ് AL ചേർക്കുക, അപ്പം എഥനാൽ. ഓക്കെ, ഒന്നുകൂടെ ഇതാ ഇതിൻ്റെ പേര് കേൾക്കട്ടെ. സപ്പോസ് വി വാണ്ട് ടു ഇതിൻ്റെ പേര് അറിയണം. ഓക്കെ, ഇതാ അപ്പോൾ എവിടുന്ന് നമ്പർ ചെയ്യണം? ഇത് കാർമാറ്റമാണ്. 1 2 3 4 4 കാർമാറ്റം. 4 കാർമാറ്റമുള്ള ആൽഡിഹൈഡിന്റെ പേര് എന്ത് വരും മക്കളെ? ബ്യൂട്ടനാൽ. ഓക്കെയാണ്. ഒരു എക്സാമ്പിളോടെ ശ്രദ്ധിച്ചോ. വേണ്ട, നമുക്ക് എക്സാമ്പിൾ വേണ്ട, തിരിച്ചായിക്കോട്ടെ. സപ്പോസ് വി വാണ്ട് ടു റൈറ്റ് പ്രൊപ്പനാൽ എഴുതുന്ന വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പനാളിൻ്റെ ഫോർമുല എങ്ങനെ എഴുതാം? ആദ്യം ഫങ്ഷൻ ഗ്രൂപ്പ് എഴുതി CHO. ബാക്കി എത്ര കാർമാറ്റം? 2 1 2. വാലൻസി കംപ്ലീറ്റ് CH3 CH2. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് സെഷൻ നിർത്താം. ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതാ ഇതിൻ്റെ എല്ലാം നെയിം എഴുതി വെക്കണേ. യെസ്, ഇതിൻ്റെ പേര് എഴുതണം. അടുത്തത് ഇതിൻ്റെ പേര് എഴുതണം. ഓക്കെ, ഈ 3 കോമ്പൗണ്ട് പേര് എഴുതണം. വേഗം ആയിക്കോട്ടെ, വേഗം ഒന്ന് എഴുതിയെടുത്ത് വേഗം ആയിക്കോട്ടെ. എഴുതിയെടുത്തില്ലേ? ഓക്കെ, നമുക്ക് അപ്പം ഫങ്ഷൻ ഗ്രൂപ്പ് എല്ലാം ഓർമ്മയുണ്ടാകണേ. ഫങ്ഷൻ ഗ്രൂപ്പ് എല്ലാം 5 ഫങ്ഷൻ ഗ്രൂപ്പ് പഠിച്ചു. കാർബോസിലിക് ആസിഡ്, പിന്നെ ആസിഡ് അമൈഡ്, ആസിഡ് ക്ലോറൈഡ്, സയനൈഡ്, ആൽഡിഹൈഡ്. ഇന്നത്തേക്ക് ഇത്ര മതി. ഓക്കെ, താങ്ക് യു.